ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഇതുപോലെയുള്ള ബിസിനസ് ഈ ഫുർഫുറി നഗരത്തിൽ ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. കിട്ടി കിട്ടി. പൊളിച്ചേ, കിട്ടിപ്പോയി. പുതിയ ബിസിനസിനുള്ള ഐഡിയ കിട്ടിപ്പോയി. കൊള്ളാലോ. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, അപ്പോഴത്തേക്കും ബിസിനസ് ചെയ്യാനുള്ള മെസ്സേജും എനിക്ക് വന്നല്ലോ. ഷിപ്പിന്റെ ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്. സാധനങ്ങൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന ബിസിനസ്. ബോട്ട്, നിനക്ക് ഷിപ്പിന്റെ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോട്ടു, നീ ഷിപ്പിന്റെ ബിസിനസ് എങ്ങനെ ചെയ്യാനാ? എന്റെ പത്തലു, നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ ജോണെ, നീ എന്താണ് ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചത്? എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഷിപ്പിന്റെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല? ഇത് നിന്റെ വാക്കാണോ? അതെ അതെ, ഇതെന്റെ വാക്ക് തന്നെയാണ്. പക്കാ വാക്ക്. എന്നാലൊന്ന് കാണണല്ലോ. ആഹാ, കാണിച്ചു തരാം. പക്ഷെ ഇതൊക്കെ മോട്ടു നീ എങ്ങനെ ചെയ്യാ? എന്റെ പത്തലു, ഇത് നോക്ക്, എനിക്ക് ഇപ്പോഴാണ് മെസ്സേജ് വന്നത്. നമുക്ക് 50% ലോണ് തരുമത്രേ. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റുവാ പത്തലു. മോട്ടു, തന്റെ ഈ പ്ലാൻ വർക്കാവില്ല. എന്റെ ചങ്ക, എന്റെ ബ്രോ, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട. ഞാൻ ചെയ്യും. അതിനെ കൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ശരി. മോട്ട് വാക്ക് തന്നതാണ്. ഇനി ഒരു പക്ഷേ ഷിപ്പിന്റെ ബിസിനസ് മോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഫുർഫുറി നഗരത്തിൽ എന്നേക്കുമായി പോകണം. ആരും ഇങ്ങനെ കളിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ഉള്ളത് പറഞ്ഞതാ. മോട്ടുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമുക്ക് പറഞ്ഞയക്കണം. അതിന് നമുക്ക് അവനെ തടഞ്ഞേ മതിയാകൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് മോട്ടുവിനെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള ഐഡിയ ആലോചിക്കേ. ഈ മോട്ട് കാരണം നമ്മൾ ഇനി നഗരം വിടേണ്ടി വരുമെന്നാ തോന്നുന്നേ. അതെ, നമ്മൾ എന്തിനാ നഗരം വിട്ടു പോകുന്നേ? നമ്മൾ എന്തൊക്കെ ബിസിനസ് ചെയ്തതാ, ഇതും നമുക്ക് ചെയ്യാംന്നേ. എന്റെ മോട്ടു, ഷിപ്പിന്റെ ബിസിനസ് ചെയ്യാൻ സമുദ്രം വേണം. ഷിപ്പ് സമുദ്രത്തിൽ കൂടെ പോവുള്ളൂ. ഇവിടെ അടുത്തെവിടെയാ സമുദ്രം ഉള്ളത്? സമുദ്രം എവിടെ ഉള്ളെന്ന് പറ. അല്ല, സമുദ്രം നമുക്കെന്തിനാ പത്തലു? എന്തിനാന്നോ? പിന്നെ ഈ ഷിപ്പൊക്കെ ഏത് കൂടെ വിടാനാ പ്ലാന്? ഷിപ്പിന്റെ ബിസിനസ് സമുദ്രത്തിലേ നടക്കൂ. ഷിപ്പ് സമുദ്രത്തിലെ നിർത്താൻ കഴിയൂ. സാധനങ്ങൾ അവിടെ വെച്ച് ലോഡ് ചെയ്യാൻ കഴിയൂ. ഇവിടെ നിന്ന് ഒരിക്കലും കഴിയില്ല. എന്തെങ്കിലും നിനക്ക് മനസ്സിലായോ? അയ്യോ, ഈ ആംഗിളിൽ ഞാൻ ആലോചിച്ചില്ല പത്തലു. എന്താ ചെയ്യാ? തെറ്റ് സംഭവിച്ചു പോയല്ലോ. ഐഡിയ, ഡോക്ടർ ജഡ്ക. അതായത് നമ്പർ 1 നമ്പർ 2 ആഘോഷിക്ക. ബോട്ട് പറഞ്ഞ സമയം വന്നിരിക്കുന്നു. ബോസ് ബോസ്, ഇനി നമുക്ക് കാട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല. മോട്ടുവിന്റെയും പത്ലുവിന്റെയും വീട്ടിൽ താമസിക്കാം. വിടുകൻ, നിനക്ക് ബുദ്ധിയില്ല ധാരാ പറഞ്ഞത്. വരും, നമുക്ക് പോയി ഇത് കാണാം. മോട്ടും എല്ലാം പാക്ക് ചെയ്ത് വെച്ചോലൂ എന്നൊന്ന് നോക്കിട്ട് വരാം. എന്തുവാടാ ഇതൊക്കെ? നിങ്ങൾക്ക് അറിയില്ല ഇത്? മോട്ടും പത്തിലും ഷിപ്പിന്റെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു? വെള്ളമില്ലാത്തവൻ എങ്ങനെ കപ്പൽ ഓടിക്കും? എടോ, താൻ ചെല്ലടോ. എങ്ങനെ ഓടിക്കുമെന്നോ? അത് ഞങ്ങൾ ഓടിച്ചോളാം, അല്ലാതെ സമുദ്രമല്ല. വലിയേട്ടാ, സാധനം ലോഡ് ചെയ്തോളൂ. സമുദ്രം അല്ലത്രേ. ഓട്ടോ പത്ലോജി, ലോഡിംഗ് കഴിഞ്ഞു. ഓക്കെ, സാധനങ്ങളൊക്കെ കയറ്റിയല്ലോ. നോ ടെൻഷൻ.
കണ്ടില്ലേ, ഇനി ഈ ഷിപ്പ് പറക്കാൻ പോകുന്നില്ല. ഇതിവിടെ പറന്ന് വീഴും. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ, ഷിപ്പിന് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോ ലാൻഡ് ചെയ്യേണ്ടതുണ്ട്. പത്ലു എന്തെങ്കിലും ചെയ്യൂ. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ, ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. നല്ല സേഫ് ലാൻഡിംഗ് ആയിരുന്നു അല്ലേ? ഓ, ഓ, മോട്ടു. ചങ്ക, ഈ ഷിപ്പിൽ നിർത്താൻ ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. ഓഹോ. ഒരു മോട്ടു പത്ലു, നമ്മുടെ ഷിപ്പിന്റെ കംപ്ലൈന്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ ജഡ്ക. നമുക്കതൊക്കെ വേഗം കൊണ്ടു കൊടുക്കണം. എടുക്കൂ. പത്ലു, നമ്മുടെ എഞ്ചിൻ റൂമിന്റെ അടുത്ത് ആ ജോണിന്റെയും കൂട്ടരുടെയും പെയിന്റിംഗ് എന്തിനാണ്? അടുത്തല്ല, ഇതിനെ കാണാൻ ജീവൻ ഉള്ളത് പോലെ തന്നെ ഉണ്ട്. എന്റെ അമ്മോ, ഇവനെ കണ്ടാലും ജീവൻ ഉള്ളത് പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ വല്ല ഭൂതങ്ങളായിരിക്കോ? ചിങ്കം സാറേ, ഇവന്മാര് ശരിക്കും ഇവിടെ നിക്കാണ്. ഈ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും വരൂ. നമുക്ക് ഇതിന്റെ മേലെ ഇരിക്കാം. നല്ല രസമായിരിക്കും. എന്താ ഇത്? ഇല്ല. നമ്പർ 1, നമ്പർ 2, ഇതിന്റെ എല്ലാ എഞ്ചിനും നിങ്ങൾ തകരാറിലാക്ക്. ഓയ് മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ ഷിപ്പ് വേറൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതില് വേറെ ഒരു ഡയറക്ഷനാ കാണിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ജോണിന്റെ ടീം നേരത്തെ പോയതാണല്ലോ. അപ്പൊ ഇതാരായിരിക്കണം? ഇനി താഴെ വല്ല വയറും വിട്ട് കിടക്കുന്നതാണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി ആ വയറ് ശരിയാക്കാം. ഓയ് മോട്ടു എന്റെ ചങ്ക, ശ്രദ്ധിക്കണേ. റെഡ് വയർ യെല്ലോയിലും യെല്ലോ വയർ റെഡിലുമാണ് കൊടുക്കേണ്ടത്. മറക്കരുത്. ശരി വല്യേട്ടാ, ഓക്കേ. എന്താ പറയണ്ട വലിയേട്ടാ? ചുമപ്പിന് ചുമപ്പ്, മഞ്ഞയ്ക്ക് മഞ്ഞ. ഓയ് മോട്ടു എന്റെ ചങ്ക, നീ എന്തായി കാണിച്ചത്? എനിക്ക് തോന്നുന്നത് ആ വയറ് ഞാൻ തെറ്റായ രീതിയിൽ ഘടിപ്പിച്ചെന്നാ. ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. ആ, ഇത് തന്നെയാണ് ശരി.
അതെ വീണ്ടും ദേ അതേപോലെ പെയിന്റിംഗ്. തീർച്ചയായിട്ടും ഇത് ജോണിന്റെ കളിയായിരിക്കും. എല്ലാവരെയും പറിച്ച് ദൂരെ കളാ. നമ്മൾ എന്ത് ചെയ്താലും കുളവാകുവാണല്ലോടേ. സമുദ്രത്തിന്റെ മുകളിൽ വരുമ്പോ ഷിപ്പ് നമുക്ക് തകർക്കണം. വേഗമാവട്ടെ. ജോൺ അവൻ അവിടെ ബോംബ് വെച്ചു. ഓടിക്കോ. പിടിച്ചോ. പട്ടു രക്ഷിക്കണേ. തിങ്കം സാറേ രക്ഷിക്കണേ. അതെ ഇല്ല ഇല്ല, കുറച്ചു നേരം കൂടെ അവർ കളിക്കട്ടെ. ഷിപ്പില് ബോംബ് വെച്ച് പൊട്ടിക്കാൻ നോക്കിയവനല്ലേ നീ. അതുവരെ ഞങ്ങള് കാർട്ടൂൺ ഇട്ട് കാണട്ടെ. ഓക്കേ പ്ലീസ് രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.